അപ്പോ എല്ലാ ഏകാദശിയെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു കഴിയാറായല്ലോ പ്രഭു. ഇനി എന്തിനാ റെക്കോർഡ് ചെയ്യുന്ന? ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്കാരമാന പൂജാർത്ഥം തപോദന്വേന ചൈവ ക്രിയതേ തദിക പ്രോക്തം രാജസം ചലമധ്രുവം മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമാസമുദാഹൃതം. ഹരേ കൃഷ്ണ. പത്മകുമാരിമാർ ബ്രഹ്മലോകത്ത് കോടിക്കണക്കിന് വർഷങ്ങൾ ബ്രഹ്മയിലേക്ക് ഉയർത്തപ്പെട്ടാലും വീണ്ടും ജനമൃതികളിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നു. കീഴ്ലോകമായ ഭാരതവർഷത്തിൽ ജീവിത ദൈർഘ്യം കുറവാണെങ്കിലും ഇവിടെ വസിക്കുന്നവർക്ക് കൃഷ്ണന്റെ പാദപത്മങ്ങളെ പൂർണ്ണമായും ശരണം പ്രാപിച്ച് തങ്ങളെ സ്വയം ഉയർത്തുവാനാകും. ഇപ്രകാരം ഒരു വ്യക്തി ഉത്കണ്ഠകളോ ജനമൃതികളോ ഇല്ലാത്ത വൈകുണ്ഠ ലോകം പ്രാപിക്കുന്നു. ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രസ്താവിക്കുന്നു: ഭാരത ഭൂമിതേ ഹൈല മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥക കരികര പര ഉപകാര. ഭാരതവർഷത്തിൽ പിറന്ന ഓരോരുത്തർക്കും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പഠിച്ച് മനുഷ്യജന്മത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്. ഒരുവൻ മറ്റെല്ലാ നിർദ്ദേശങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണനെ ശരണം പ്രാപിക്കേണ്ടതാണ്. എന്നാൽ ഉടൻ തന്നെ കൃഷ്ണൻ നിങ്ങളെ ഏറ്റെടുത്ത് മുൻകാല പാപഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ സുജഃ. കൃഷ്ണൻ സ്വയം ശുപാർശ ചെയ്യുന്നത് പോലെ കൃഷ്ണാവബോധം സ്വീകരിക്കേണ്ടതാണ്. ജന്മനാ ഭവത് മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇത് ഒരു കുഞ്ഞിനു പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ മാർഗം സ്വീകരിച്ചുകൂടാ? ഒരുവൻ കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുകയും ഈശ്വര സാമ്രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പൂർണ്ണമായും യോഗ്യനായി തീരുകയും വേണം. ത്വക്താദേഹം പുനർജന്മ നൈതിമാം ഏതി സോർജുന. ഒരു വ്യക്തി നേരിട്ട് കൃഷ്ണാവതത്തിൽ അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഏർപ്പെടണം. ഇതാണ് ഭാരതവർഷത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുകൂലാവസരം. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാൻ യോഗ്യനായ ഒരു വ്യക്തി നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. വിജയ രഹസ്യം: ഭക്തിയോഗ പരിശീലനം ഒരേപോലെ തന്നെ പ്രയാസമായതും എന്നാൽ എളുപ്പമായതുമാണ്. ആത്മാർത്ഥതയുള്ള വ്യക്തിക്ക് ഭക്തിയുത സേവനം വളരെ എളുപ്പമാണ്. എന്നാൽ ദൃഢനിശ്ചയവും ആത്മാർത്ഥതയും ഇല്ലാത്തവർക്ക് ഇത് ദുഷ്കരമാണ്. നിഷ്കളങ്കനായ ഏതൊരു വ്യക്തിക്കും ഭക്തിയുത സേവനത്തിൽ വിജയം പ്രാപിക്കാം. തുറന്ന മനസ്ഥിതിയുള്ളവനായിരിക്കണമെന്നേ ഉള്ളൂ. താഴ്ന്ന ജീവിത നിലവാരത്തിൽ സ്ഥിതി ചെയ്യുന്നവനായാലും ഭക്തിയുത സേവന വിജയത്തിന് അയോഗ്യനാകുന്നില്ല. ഒരു വ്യക്തി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരായിരുന്നാലും സത്യസന്ധമായ മാനസികാവസ്ഥയിൽ ഉള്ളവനായിരിക്കണം എന്നതാണ് ഏക യോഗ്യത. ഇപ്രകാരം വിശ്വാസനായ ഒരു ആത്മീയ ഗുരുവിന്റെ ശിക്ഷണത്തിൽ കീഴിൽ തന്റെ നിയമ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി ജീവിത വിജയം നേടുവാനാവും. ഭഗവത്ഗീതയിൽ 9:32 പറയുന്നു. ഭഗവാൻ ഇത് ഉറപ്പിച്ച് പറയുന്നു: സ്ത്രീയോ വൈശ്യസ്തഥാ ശുദ്രാസ്തോ അഭിശ യാന്തി പരാംഗതി. സ്ത്രീയോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരായിരുന്നാലും പരമപദം പ്രാപിക്കാം. ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ ഉപയോഗിച്ച് ഗൗരവമായി ഭഗവാൻ സേവനത്തിൽ വ്യാപൃതനായാൽ തീർച്ചയായും ഭഗവാൻ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നതിൽ വിജയശ്രീലാളിതനാകാം. ഉത്സാഹിതരായിരിക്കുക, വിജയത്തിൽ ദൃഢവിശ്വാസമുള്ളവനായിരിക്കുക, യമനിയമങ്ങൾ അനുസരിക്കുക, സത്യസന്ധനായിരിക്കുക, ഭക്തി സത്സംഗത്തിൽ കഴിയുക, ക്ഷമാശാലിയായിരിക്കുക, വിഷണ്ണചിത്തനാകാതിരിക്കുക. കൃഷ്ണൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗ്രന്ഥകർത്താവ് ഭാഗവതോത്തമനായ ശ്രീമദ്
അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത പ്രഭുപാദർ 1896 കൽക്കട്ടയിൽ ഭൂതാജയനായി. 1922 അദ്ദേഹം തന്റെ ആത്മീയ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയെ കൽക്കട്ടയിൽ വെച്ച് കണ്ടുമുട്ടി. 64 ഗൗഡീയ മഠങ്ങളുടെ സ്ഥാപകനും സമുന്നതനായ വേദപണ്ഡിതനുമായിരുന്ന ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി അഭ്യസ്തവിദ്യനും യുവാവുമായ പ്രഭുപാദരെ ഇഷ്ടപ്പെടുകയും വൈദിക വിജ്ഞാനം പ്രചരിപ്പിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അന്നു തന്നെ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായി. പിന്നീട് അലഹാബാദിൽ വെച്ച് വിധിപ്രകാരമുള്ള ശിഷ്യത്വം 1933 സ്ഥിരീകരിക്കുകയും ചെയ്തു. വൈദിക വിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി പ്രചരിപ്പിക്കുവാനുള്ള ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ശ്രീല പ്രഭുപാദർ ഭഗവത്ഗീതയ്ക്ക് ഇംഗ്ലീഷിൽ വ്യാഖ്യാനം എഴുതി. തുടർന്ന് ഇംഗ്ലീഷിൽ തന്നെ ഒരു ദ്വൈവാരിക തുടങ്ങി. ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ഭഗവത് സന്നിധിയിലേക്ക് എന്നറിയപ്പെടുന്ന ഈ ദ്വൈവാരിക ഇന്ന് 20-ലേറെ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നുണ്ട്. 1950 54-ാമത്തെ വയസ്സിൽ ശ്രീല പ്രഭുപാദർ പഠനത്തിനും എഴുത്തിനും വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുന്നതിനായി കുടുംബജീവിതത്തിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന് പ്രസിദ്ധമായ രാധാ ദാമോദര ക്ഷേത്രത്തിൽ വളരെ ലളിതമായ രീതിയിൽ ജീവിച്ചു പോന്നു. അവിടെ വളരെ കാലം അദ്ദേഹം അഗാധമായ പഠനത്തിലും എഴുത്തിലും മഗ്നനായി. 1959 അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. രാധാ ദാമോദര ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രഭുപാദർ തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കൃതിയായ ശ്രീമദ് ഭാഗവതം രചിക്കാൻ തുടങ്ങിയത്. 18,000 ശ്ലോകങ്ങളുടെ സമ്പൂർണ്ണ വ്യാഖ്യാന സഹിതമുള്ള പരിഭാഷയാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിന്റെ 3 വ്യാലങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം പ്രഭുപാദർ കപ്പൽ മാർഗം ന്യൂയോർക്ക് നഗരത്തിലെത്തി. നയാ പൈസ കൈവശമില്ലാത്ത അദ്ദേഹം തന്റെ ആത്മീയ ഗുരുവിന്റെ ദൗത്യം വിജയകരമായി നിർവഹിക്കുമെന്ന് തന്നെ പ്രവിശ്വസിച്ചു. അമേരിക്കയിൽ കാലുകുത്തി അമ്പരചുംബികൾക്ക് ചുറ്റുമുള്ള വിഷാദ ഛായ സ്പർശിച്ചപ്പോൾ തന്നെ അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: പ്രിയ ഭഗവാനെ ശ്രീകൃഷ്ണ, ഈ അതീന്ദ്രിയ സന്ദേശം അവരുടെ ഹൃദയത്തിൽ തുളയ്ക്കുമ്പോൾ അവർ ആഹ്ലാദചിത്തരാകുകയും ജീവിതത്തിലെ എല്ലാ വിഷാദാവസ്ഥകളിൽ നിന്നും മോചിതരാകുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ 69 വയസ്സായിരുന്നു. കാര്യമായി കയ്യിലൊന്നും തന്നെ ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആധ്യാത്മിക വിജ്ഞാന സമ്പത്തും ഭഗവത് ഭക്തിയും അപാരമായ കരുത്തും പ്രചോദനമായിരുന്നു. ഹാർവാർഡ് വിശ്വവിദ്യാലയത്തിലെ മതപണ്ഡിതനും ഗ്രന്ഥകർത്താവുമായ ഹാർവി കോക്സ് പ്രഭുപാദരെ കുറിച്ച് ഇപ്രകാരം എഴുതി: എല്ലാവരും സ്വസ്ഥമായി വിശ്രമിച്ചു കഴിയുന്ന വാർദ്ധക്യത്തിലാണ് ശ്രീല പ്രഭുപാദർ തന്റെ ഗുരുനാഥന്റെ കൽപ്പനയെ പ്രാവർത്തികമാക്കുവാനായി ക്ലേശകരമായ അമേരിക്കൻ യാത്ര നിർവഹിച്ചത്. ശ്രീല പ്രഭുപാദർ തീർച്ചയായും ആയിരങ്ങളിൽ ഒരുവനായ ആചാര്യനാണ്. മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം ആയിരങ്ങളിൽ പോരാ, ദശലക്ഷങ്ങളിൽ ഒരുവൻ തന്നെയാണ്. 1966 അദ്ദേഹം അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിച്ച് ഹരേ കൃഷ്ണ സ്ഥാപനത്തിന് ഒരു ഔപചാരിക രൂപം നൽകി. തുടർന്നുള്ള വർഷങ്ങളിൽ ശ്രീല പ്രഭുപാദർ ക്രമേണ 10,000-കണക്കിന് അനുയായികളെ ആകർഷിക്കുകയും 100-ലേറെ അമ്പലങ്ങളും ആശ്രമങ്ങളും തുടങ്ങുകയും വളരെയധികം പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ പുരാതന ആധ്യാത്മിക സംസ്കാരം 20-ാം നൂറ്റാണ്ടിന്റെ പാശ്ചാത്യ ലോകത്തിലേക്ക് പറിച്ചു നട്ടു എന്നത് അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ്. 1968 ഭക്തിയെ ഇങ്ങനെ നിർവചിക്കുന്നു: ഭഗവാനുമായി ആത്മബന്ധമോ നൈസർഗികമായ പ്രേമയുത സേവനമോ ഇല്ലാതിരിക്കുകയും അതേസമയം ആചാര്യന്റെ കൽപ്പന പ്രകാരമോ അഥവാ മതഗ്രന്ഥങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചോ മാത്രം ഭഗവത് സേവനം നടത്തുകയും ചെയ്യുമ്പോൾ അത്തരം വിധിപ്രകാരമുള്ള സേവനത്തെയാണ് വൈദിഭക്തി എന്ന് പറയുന്നത്. ഈ വൈദിഭക്തിയുടെ തത്വങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 11-15 പേജില് ശുകദേവ ഗോസ്വാമി ആസന്ന മരണനായ പരീക്ഷിത് മഹാരാജാവിന് കൊടുക്കുന്ന ഉപദേശങ്ങളിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് പരീക്ഷിത് ശുകദേവ ഗോസ്വാമിയെ കാണുന്നത്.
മരിക്കുന്നതിന് മുമ്പ് താൻ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ അദ്ദേഹം തികച്ചും അജ്ഞനായിരുന്നു. വേറെയും ധാരാളം ഋഷിമാർ അവിടെ സന്നിഹിതരായിരുന്നു. പക്ഷെ ആരും അദ്ദേഹത്തെ ശരിയായ മാർഗത്തിൽ നയിക്കാൻ പ്രാപ്തരായിരുന്നില്ല. ശുകദേവ ഗോസ്വാമി ഒടുവിൽ പരീക്ഷിത്തിനോട് ഇങ്ങനെ പറഞ്ഞു: രാജാവേ, അടുത്ത ആഴ്ച മരണത്തെ നേരിടാൻ ഭയമില്ലാത്തവനായി തീരണമെങ്കിൽ, അതായത് വാസ്തവത എല്ലാവർക്കും മരണഭയമുണ്ട്, ഒട്ടും വൈകാതെ ശ്രവണ സ്മരണ കീർത്തനങ്ങളിലൂടെ ഈശ്വരനെ ഭജിച്ചുകൊള്ളൂ. ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ഉരുവിട്ടും കേട്ടും കൃഷ്ണനെ സദാ ധ്യാനിക്കുന്നവന് മരണഭയം ഉണ്ടാവില്ല. മരണമാകട്ടെ ഏതു സമയത്തും വന്നു ചേരാവുന്നതാണ് താനും. പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് ഈ പ്രസ്താവനയിലൂടെ ശുകദേവ ഗോസ്വാമി വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണനെ കുറിച്ചുള്ള ശ്രവണത്തിൽ നാം സദാ തത്പരനായിരിക്കണം. ദേവന്മാരുടെ ശ്രവണ കീർത്തനങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നോർക്കണം. കൃഷ്ണന്റെയോ ദേവന്മാരിലെ ആരുടെയെങ്കിലും പേര് ജപിച്ചാലും ഫലം ഒന്നു തന്നെ ആയിരിക്കുമെന്ന് മായാവാദി സന്യാസികൾ പറയും. എന്നാൽ സത്യം അതല്ല. വിഷ്ണുവിനെ, അതായത് കൃഷ്ണൻ കുറിച്ച് പാടാനും കേൾക്കാനുമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആധികാരിക പാഠങ്ങളെല്ലാം പറയുന്നത്. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് സർവദാ സ്മരിക്കുകയും ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ ഭയത്തിൽ നിന്നും രക്ഷ നേടാം എന്ന് ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിക്കുന്നു. സർവാത്മാവാണ് ഭഗവാൻ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സർവാത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവ്, എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടിയുള്ള സർവനിയന്താവായ ഈശ്വരനായും കൃഷ്ണനെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് ഏത് വിധത്തിലെങ്കിലും കൃഷ്ണനുമായി ആത്മബന്ധം സ്ഥാപിച്ചാൽ വിപത്തിൽ നിന്നും അദ്ദേഹം നമ്മെ മോചിപ്പിച്ചുകൊള്ളും. ഭഗവത് ഭക്തന് പരാജയമില്ലെന്ന് ഭഗവത്ഗീത പറയുന്നു. ഭക്തിശൂന്യന്മാർക്ക് എപ്പോഴും പരാജയമായിരിക്കും അനുഭവം. മനുഷ്യരൂപം ലഭിച്ചിട്ടും ജനന മരണങ്ങളുടെ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പരാജയം എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രകൃതി നിയമങ്ങൾ അവനെ എവിടെയെല്ലാം വലിച്ചെടുക്കുന്നുവെന്ന് അങ്ങനെയുള്ളവർ അറിയുന്നില്ല. മനുഷ്യരൂപം ലഭിച്ചിട്ടും കൃഷ്ണാവബോധം വളർത്തുന്നില്ലെന്ന് സങ്കല്പിക്കുക. 84 ലക്ഷം വിഭിന്ന ജീവി വർഗങ്ങളിലായി ജനന മരണങ്ങളിലേക്കായിരിക്കും അവർ വലിച്ചെറിയുക. ആത്മീയ ബോധം തന്നെ അയാൾക്ക് നഷ്ടമാവുന്നു. മരമായിട്ടോ ജന്തുവായിട്ടോ പക്ഷിയായിട്ടോ എന്തായിട്ടാണ് വീണ്ടും ജനിക്കുക എന്ന് ആർക്കറിയാം. നമ്മിലെ കൃഷ്ണാവബോധം ആദ്യ രൂപത്തിൽ തന്നെ വീണ്ടെടുക്കാൻ ശ്രീലരൂപ ഗോസ്വാമി പറയുന്ന ഉപാധി ഇതാണ്. ഏത് വിധത്തിലെങ്കിലും നാം ഗൗരവത്തോടെ കൃഷ്ണനിൽ മനസ്സ് വെക്കണം. അങ്ങനെ മരണഭീതി ഒഴിഞ്ഞവനായി തീരണം. മരണം കഴിഞ്ഞാൽ പിന്നെ നാം എവിടെ എത്തുമെന്ന് നമുക്കറിഞ്ഞുകൊണ്ട്. കാരണം പൂർണ്ണമായും നാം പ്രകൃതി നിയമങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് പ്രകൃതി നിയമങ്ങളുടെ നിയന്താവ്. അതിനാൽ കൃഷ്ണാവബോധം ഗൗരവമായി കൈക്കൊണ്ടാൽ ജനന മരണങ്ങളുടെ അവസാനിക്കാത്ത ശൃംഖലയിലേക്ക് നാം വലിച്ചെറിയപ്പെടില്ല. ആത്മാർത്ഥതയുള്ള ഭക്തൻ ഭഗവത് ധാമത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യും. അതാണ് ഭഗവത്ഗീത നൽകുന്ന ഉറപ്പ്. പത്മപുരാണങ്ങളിലും ഇതേ കാര്യം ഉപദേശിക്കുന്നുണ്ട്. സദാ വിഷ്ണുവിനെ സ്മരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. ഇതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. സദാ കൃഷ്ണനെ കുറിച്ച് സ്മരിക്കുക, വിഷ്ണുവിൽ ഏകാഗ്രമായി മനസ്സുറപ്പിച്ച് ധ്യാനിക്കലാണ് ഉപദേശം. ധ്യാനത്തിലൂടെ മനസ്സ് വിഷ്ണു രൂപത്തിൽ തന്നെ സദാ നിരതമാക്കുക. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതെ ഇരിക്കുക. ഇതാണ് പത്മപുരാണം നിർദ്ദേശിക്കുന്നത്. ഈ മാനസിക ഭാവത്തിന് സമാധി എന്നാണ് പറയുന്നത്. വിഷ്ണുവിനെ, അതായത് കൃഷ്ണനെ നിരന്തരം സ്മരിക്കത്തക്ക രീതിയിൽ വേണം നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്താൻ. അതാണ് കൃഷ്ണാവബോധം. ചതുർബാഹുവായ വിഷ്ണു രൂപത്തിലോ ദ്വിബാഹുവായ കൃഷ്ണ രൂപത്തിലോ ഏതിൽ മനസ്സ് കേന്ദ്രീകരിച്ചാലും സമം തന്നെ. പത്മപുരാണം പറയുന്ന ഏതെങ്കിലും വിധത്തിൽ സദാ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കുക. ഒരിക്കലും ഒരു പരിതസ്ഥിതിയിലും അദ്ദേഹത്തെ മറക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ എല്ലാ വൈദി തത്വങ്ങളുടെയും അടിസ്ഥാന പ്രമാണം ഇത് മാത്രമാണ്. കാരണം മേലധികാരികളിൽ നിന്ന് ഒരു കൽപ്പന ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒപ്പം തന്നെ ഒരു നിരോധനവും ഉണ്ടായിരിക്കും. സദാ കൃഷ്ണനെ സ്മരിക്കുന്നതാണ് കൽപ്പനയെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ മറക്കരുത് എന്നതായിരിക്കും നിരോധനം. ഈ കൽപ്പനയുടെ നിരോധനത്തിന്റെയും പരിധിക്കുള്ളിൽ വൈദി തത്വങ്ങൾ പൂർണ്ണമാകുന്നു. എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും വൈദി തത്വം ബാധകമാണ്. ജാതിക്കും തൊഴിലും ഈ തത്വങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയേ പറ്റൂ. ബ്രാഹ്മണർ, അതായത് ബുദ്ധിമത് വിഭാഗം, ക്ഷത്രിയർ, അതായത് യോദ്ധാക്കളും രാജ്യം ഭരിക്കുന്നവരും, വൈശ്യർ കൃഷിയും വ്യവസായം നടന്നവർ, ശൂദ്രർ സേവകരും കൂലിക്കാരും എന്നിവയാണ് 4 വർണ്ണങ്ങൾ. അതുപോലെ 4 ആശ്രമങ്ങളും ഉണ്ട്.
ബ്രഹ്മചര്യം വിദ്യാർത്ഥികൾ ജീവിതം, ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം വിശ്രമ ജീവിതം, സന്യാസം സർവസംഘ പരിത്യാഗികൾ. വൈദിക തത്വങ്ങൾ ആചരിക്കേണ്ട ബ്രഹ്മചാരി മാത്രമല്ല, 4 വർണ്ണത്തിനും ബാധകമാണ്. തുടക്കക്കാരൻ ബ്രഹ്മചാരിയാണോ, വളരെയധികം പുരോഗമിച്ചവൻ സന്യാസിയാണോ എന്നും പ്രശ്നമല്ല. നിരന്തരം ഭഗവാനെ സ്മരിക്കുക, ഒരിക്കലും അദ്ദേഹത്തെ മറക്കാതിരിക്കുക എന്ന തത്വം എല്ലാവരും അനുസരിക്കുക എന്ന് തന്നെ വേണം. ഈ അനുശാസനം കൈക്കൊണ്ടാൽ മറ്റു ചട്ടങ്ങളും നിബന്ധനകളും താനെ ഉണ്ടായിക്കൊള്ളു. മറ്റുള്ളവയെല്ലാം ഈ അടിസ്ഥാന തത്വത്തിന് കീഴുടുകയാണ്. ഈ നിയമ നിബന്ധനകളെ കുറിച്ചും അവയുടെ പരിണിത ഫലത്തെക്കുറിച്ചും ശ്രീമദ് ഭാഗവതത്തിൽ അതായത് 9-5-2-3 നിർദ്ദേശിച്ചിട്ടുണ്ട്. നിമി മഹാരാജാവിനെ ഉപദേശിക്കുന്നതിനെത്തിയ നവയോഗീന്ദ്രന്മാരുടെ ഒരാളായ ചമസമുനി നിമിയോട് ഇപ്രകാരം പറഞ്ഞു: ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങൾ വിരാട് രൂപത്തിന്റെ വിഭിന്ന ഭാഗത്തു നിന്നാണ് രൂപം കൊണ്ടത്. ബ്രാഹ്മണർ മുഖത്ത് നിന്ന്, ക്ഷത്രിയർ ബാഹുക്കളിൽ നിന്ന്, വൈശ്യർ അരക്കെട്ടിൽ നിന്ന്, ശൂദ്രന്മാർ പാദത്തിൽ നിന്ന്. അതുപോലെ തന്നെ ആശ്രമികളിൽ സന്യാസി വിരാട് രൂപത്തിന്റെ ശിരസിൽ നിന്നാണ് ജനിച്ചത്. വാനപ്രസ്ഥക്കാരൻ ബാഹുക്കളിൽ നിന്നും, ഗൃഹസ്ഥൻ അരക്കെട്ടിൽ നിന്നും, ബ്രഹ്മചാരി പാദത്തിൽ നിന്നും ജനിച്ചു. സമൂഹത്തിലെ 4 വിഭാഗങ്ങളെയും ആത്മീയ പുരോഗതിയുടെ വിവിധ തലങ്ങളെയും മനസ്സിലാക്കേണ്ടത് ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഈ വർണ്ണ വ്യത്യാസങ്ങളും ആശ്രമഭേദങ്ങളും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് ഭഗവത്ഗീത പറയുന്നു. അവയ്ക്കൊക്കെ അടിസ്ഥാനം വ്യക്തികളുടെ ഗുണവുമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ വിഭിന്നമായിരിക്കുന്നത് പോലെ സാമൂഹികവും ആത്മീയവുമായി ഈ ഭേദങ്ങളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും അതതിന്റെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ആരോപിച്ചിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം ഭഗവാനാണ് താനും. ഭഗവത്ഗീതയിൽ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹമാണ് പരമാസ്വാദകൻ. അതുകൊണ്ട് ബ്രാഹ്മണനായാലും ശൂദ്രനായാലും സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ പരമപുരുഷനായ ഭഗവാനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ശ്രീമദ് ഭാഗവതവും ഇത് തന്നെ പറയുന്നു. എല്ലാവരും സ്വധർമ്മം പ്രവർത്തിക്കണം, എന്നാൽ അതിന്റെ പൂർണ്ണത പരീക്ഷിക്കപ്പെടുന്നത് അത് ഭഗവാനെ എത്രമാത്രം തൃപ്തികരമായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും അവരവരുടെ നിലയ്ക്ക് അനുസരിച്ച് ഈ പ്രവർത്തികൾ കൊണ്ട് ഭഗവാൻ തൃപ്തിപ്പെടുത്തണം. ഇല്ലെങ്കിൽ അവരുടെ സ്വന്തം നിലയിലേക്ക് അതപ്പതിക്കേണ്ടി വരും. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഉദാഹരണത്തിന്, വിരാട് രൂപത്തിന്റെ ശിരസിൽ നിന്നും ജനിച്ച ബ്രാഹ്മണൻ സർവാതിശായിയായ വൈദിക ശബ്ദം അഥവാ ശബ്ദബ്രഹ്മം ഉപദേശിക്കേണ്ടവനാണ്. അതാണ് അയാളുടെ ധർമ്മം. ഭഗവാന് വേണ്ടി ഭക്ഷണം കഴിക്കേണ്ടതും ബ്രാഹ്മണൻ തന്നെ. ബ്രാഹ്മണനിലൂടെയാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത് എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ബ്രാഹ്മണൻ ഭഗവാന് വേണ്ടി വെറുതെ ഭക്ഷിച്ചാൽ മാത്രം പോരാ, ഭഗവാന് വേണ്ടി ജനസമൂഹത്തിന് ഭഗവത്ഗീത വിജ്ഞാനം പകരുകയും വേണം. ഭഗവത്ഗീതയുടെ സന്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നവൻ യഥാർത്ഥത്തിൽ ഭഗവാന് ഏറ്റവും പ്രിയങ്കരനാണ്. ഇക്കാര്യം ഗീത തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഉപദേശിക്കുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണനെ ഊട്ടുന്നവൻ ഭഗവാനെ ഊട്ടുന്നു എന്നത് സത്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മായയുടെ അതിക്രമത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ക്ഷത്രിയന്റെ കടമയാണ്. ഇതാണ് ക്ഷത്രിയ ധർമ്മം. ഉദാഹരണത്തിന് അർത്ഥരൂപം, അതായത് കലി. പശുവിനെ ഹിംസിക്കാൻ ഒരുപ്പെടുത്തുന്ന കണ്ട നിമിഷത്തിൽ അവനെ കൊല്ലാൻ പരീക്ഷിച്ച് മഹാരാജാവ് വാളുവരി. സംരക്ഷണം നൽകാൻ ഹിംസ ആവശ്യമായി വരും. കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധഭൂമിയിൽ ഹിംസ നടത്താനാണ് ഭഗവാൻ അർജുനനെ നേരിട്ട് കൊടുക്കുന്ന നിർദ്ദേശം. ജനസാമാന്യത്തിന് മൊത്തത്തിൽ സംരക്ഷണം നൽകാൻ ഹിംസ ആവശ്യമായി വരുന്നു. കാർഷിക വസ്തുക്കളുടെ ഉൽപാദനം, വിപണനം, വിതരണം എന്നിവയാണ് വൈശ്യന്റെ ധർമ്മം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നീ 3 വർണ്ണങ്ങൾക്കും ഉള്ളിടത്തോളം ബുദ്ധിശക്തിയില്ലാത്ത തൊഴിലാളി വിഭാഗമാണ് ശൂദ്രൻ. അതുകൊണ്ട് അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കലാണ് അവരുടെ ധർമ്മം. ഈ വിധത്തിൽ 4 വർണ്ണങ്ങളും തമ്മിൽ പൂർണ്ണമായ സഹകരണവും അതിന്റെ ഫലമായി സമൂഹത്തിന് മൊത്തത്തിൽ ആത്മീയമായ പുരോഗതിയും ഉണ്ടായി. സഹകരണമില്ലാതെയാകുമ്പോൾ സമൂഹം അധപ്പതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കലിയുഗത്തിലെ അവസ്ഥയും ഇത് തന്നെ. ഇത് ചന്ദ്രയുടെ യുഗമാണ്. ആരും സ്വധർമ്മം അനുഷ്ഠിക്കുന്നില്ല. താൻ ബ്രാഹ്മണനാണെന്ന് അല്ലെങ്കിൽ ക്ഷത്രിയനാണെന്ന് ഓരോരുത്തരും കൊട്ടിഘോഷിക്കുന്നു. സത്യത്തിൽ ഇവരാരും തന്നെ ഈ നിലയും ഇല്ലാത്തവരാണ്. ഇവർക്കാർക്കും ഭഗവാനുമായി ബന്ധമില്ല. കാരണം ഇവർക്ക് കൃഷ്ണാവബോധമില്ല. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ഒട്ടാകെ ഉചിതമായ രീതിയിൽ നിലനിർത്താനാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം ലക്ഷ്യമിട്ടിരിക്കുന്നത്. കൃഷ്ണാവബോധ പ്രസ്ഥാനം എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും അരുളുന്നു. കൃഷ്ണാവബോധത്തിലുള്ള പുരോഗമനം അനന്തദായകമാണ്. മാധവ കുഞ്ച ബിഹാരി ജയ രാധ
माधव कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावन चारि जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे वैष्णव प्रभु जी दंडवत प्रणाम। Hare Krishna, Namaste. Thank you very much. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaste Nadam Chaiva Naro Devim Saraswati Vyasam Tado Jayam Veerai Nastapayeshu Bhaddeshu Nityam Bhagavata Sevaya Bhagavate Uttamaslove Bhaktir Bhavati Naishtagi Krishnaya Vasudevaya Devaki Nandanaya Cha Nanda Gopakumaraya Sri Govindaya Nam Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna എല്ലാ ഭക്തജനങ്ങളും കൂടി അപ്പൊ നമ്മള് ഭഗവത് കൃപയാൽ ഇന്നെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. നമുക്കിന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും ചതുർശ്ലോകി ഭഗവത്ഗീത അറിയുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാലോ അല്ലെ? ഗീത അറിയാം പ്രഭു. എല്ലാവർക്കും അറിയാം. പുതിയ ഡിവോട്ടീസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ? എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. സൗണ്ട് വരുന്നില്ല. ഓഡിയോ പ്രഭുവിന്റെ മൈക്ക് ഓഫ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാം. ഓഡിയബിൾ ആ ബ്രോ? കേൾക്കാമോ? കേൾക്കാം ബ്രോ. പൈതൽ പ്രഭു, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ലോഗിൻ ഒന്ന് പോയിട്ട് വരട്ടെ. കാരണം ഇതെനിക്ക് കേൾക്കുന്നില്ല. എന്റെ ഇതിനെന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഒരേ ഒരു മിനിറ്റ് വന്നേക്കാം. ഹരേ കൃഷ്ണ. പ്രഭു ഒന്ന്
സ്പോട്ട്ലൈറ്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം. കുറച്ച് ആളുകൾക്ക് അറിയില്ലെങ്കിൽ നമുക്കതൊന്ന് റിവ്യൂ ചെയ്തേക്കാം. അപ്പൊ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് വരും. അപ്പൊ ഏതൊക്കെയാണ് ഈ ചതുർശ്ലോകീയ ഭഗവത്ഗീത എന്ന് വെച്ച് കഴിഞ്ഞാല്? 8, 9, 10, 11. എന്താണ് 8, 9, 10, 11 ഈ ശ്ലോകങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഹരേ കൃഷ്ണ. എല്ലാറ്റിന്റെ ഉറവിടം ഭഗവാനാണ്. അത് ആദ്യത്തെ ശ്ലോകത്തിന്റെ അല്ലേ? ഒന്നാമത്തെ ശ്ലോകം, അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഭൂതഭാവ. അതായത് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, എല്ലാം എന്നിൽ നിന്നുത്ഭവിക്കുന്നു. ബുദ്ധിമാന്മാർ, ഇത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുന്നു, എന്നെ ഭജിക്കുന്നു. എങ്ങനെയാണ് ഭജിക്കുന്നത്? വിത്ത് ഫുൾ ഹാർട്ടഡ്ലി, പൂർണ്ണമായിട്ടുള്ള ഹൃദയം, അതായത് തൻ്റെ ഹൃദയത്തിൽ വെച്ച് ഭഗവാനാണ്. ഹൃദയത്തിൽ വെച്ച് ഭഗവാൻ ആരാധിക്കുന്ന ഒരു സെക്ഷൻ ആളുകളുണ്ട്. അവരാരാന്ന് വെച്ച് കഴിഞ്ഞാല് യോഗികളാണ്. അവർ പരമാത്മാവിനെ ഹൃദയത്തിൽ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ അങ്ങനെയല്ല. നമുക്ക് ജ്ഞാനയോഗികള്, അഷ്ടാംഗ യോഗികള്, പിന്നെ നമ്മള് ഭക്തി യോഗികൾ. ഈ ഭക്തി യോഗികൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത കൊടുക്കുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുന്നത് ഭക്തി യോഗികൾക്കാണ്. അപ്പൊ നമ്മളെല്ലാവരും സാധന ഭക്തന്മാരാണ്. ഈ സാധന ഭക്തന്മാര് എന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രാനുസരണം പറഞ്ഞുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഭക്തിയിൽ മുന്നേറാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്താണ് നമ്മുടെ ഗോൾ ഓഫ് ലൈഫ്? ഒരു ഭക്തന്റെ ഗോൾ ഓഫ് ലൈഫ് എന്താണ്? അതേമാതിരി നമുക്ക് നോക്കാം, ഒരു ഭൗതിക വ്യക്തിയുടെ അല്ലെങ്കിൽ ഭൗതികതയിൽ കിടന്ന് എൻജോയ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗോൾ ഓഫ് ലൈഫ് എന്തായിരിക്കും? ഒരു ഭക്തന്റെ ഗോൾ ഓഫ് ലൈഫ്. ഒരു ഭക്തന്റെ ഗോൾ ഓഫ് ലൈഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന് ഭഗവത് സാക്ഷാത്കാരം ലഭിക്കണം. അതാണ് അവന്റെ ഗോൾ ഓഫ് ലൈഫ്. അല്ലെങ്കിൽ അവന് സ്പിരിച്വൽ വേൾഡിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് പോകണം. പക്ഷെ ഒരു ഭൗതിക വ്യക്തിക്ക് അവന്റെ ഗോൾ ഓഫ് ലൈഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം പണമുണ്ടാക്കണം, മാക്സിമം അല്ലെങ്കിൽ ഒരു നല്ലൊരു വീടുണ്ടാക്കണം. അതായത് പൂർണ്ണമായിട്ടും ഭൗതിക ചിന്തകൾ മാത്രമായിരിക്കും അവർ. ആത്മീയമായിട്ടുള്ള ഒരു ചിന്തയിൽ അദ്ദേഹത്തിൽ ഉണ്ടാകും. അപ്പൊ ഈ ഭക്തന്മാര് മൂന്നാമത്തെ അധ്യായത്തിൽ, ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിശക്തിയെയും കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ആത്മാവ് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ശ്ലോകം തന്നെ നമ്മൾ 10-8 നോക്കുമ്പോൾ ഇതെന്താണ് ഭഗവാന്റെ സുപ്രീമസ് ഭഗവാൻ വിവരിക്കുകയാണ്.
എന്താണ് അദ്ദേഹത്തിന്റെ സുപ്രീമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെയാണ് എല്ലാത്തിന്റെയും മൂലകാരണം, ഞാൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഇത് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തില് 2-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകവും പറയും. ഇവിടെ ഭഗവത്ഗീത ചതുർശ്ലോകി എന്ന് പറഞ്ഞു, അവിടെ ശ്രീമദ് ഭാഗവതം ചതുർശ്ലോകി. ഈ ഭഗവത്ഗീത ചതുർശ്ലോകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പൂർണ്ണമായിട്ടും ഈ ഭഗവത്ഗീതയുടെ കണ്ടന്റ് ഈ 4 ശ്ലോകങ്ങളില്, അതായത് 4 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്നർത്ഥം. നമ്മള് ശ്രീമദ് ഭാഗവതത്തിലേക്ക് പോകുമ്പോൾ 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകമാണത്. ഇതിലെന്താ പറയണം വെച്ച് കഴിഞ്ഞാല്, അഹം ഏവാസമേവാഗ്രേ നാന്യത് അസത്പരം പശ്ചാദഹം യദേച്ഛ യോ വിശിഷ്യേത സോസ്മ്യഹം. ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാണ്, അല്ലയോ ബ്രഹ്മാവേ, അത് ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഈ സൃഷ്ടിക്ക് മുമ്പ് ഞാനുണ്ട്, ഇവിടെ ഒന്നുമില്ലാത്ത സമയത്തും ഞാനുണ്ട്. ഒന്നുമില്ലാത്ത സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭൗതികം ഉണ്ടായിരുന്നില്ല, സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അല്ലയോ ബ്രഹ്മാവെ, അങ്ങിപ്പോ കാണുന്നത് അത് ഞാനാണ്, പരമദിവ്യോത്തമ പുരുഷൻ. അതേമാതിരി ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാലും, പ്രളയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിലനിൽക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ 4 ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. നമുക്ക് 8, 9, 10, 11. അതേമാതിരി ശ്രീമദ് ഭാഗവതത്തിൽ ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയുമ്പോൾ 33, 34, 35, 33, 34, 35, 36 4 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങള് ശ്രീമദ് ഭാഗവതം ചതുർശ്ലോകിയും. ഇത് ഭാഗവതത്തിന്റെ മുഴുവൻ കണ്ടന്റും അല്ലെങ്കിൽ ഭാഗവതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 4 ശ്ലോകങ്ങൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് 4 ശ്ലോകങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ശ്രീമദ് ഭാഗവതം പൂർണ്ണം. നമ്മള് ശ്രീമദ് ഭാഗവതം പൂർണ്ണമായിട്ട് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി അഹങ്കാരത്തോടു കൂടി പറയുന്നതാണ്. ശ്രീമദ് ഭാഗവതത്തെ കുറിച്ചിട്ടും ഭഗവാനെ കുറിച്ചിട്ടും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ജന്മം മതിയാവില്ല, ഒരുപാട് ജന്മം വേണം ഭഗവാനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഒരു കാര്യം സ്പെഷ്യലായിട്ട് ഈ ഭൗതിക ലോകത്തിനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദേവീദേവന്മാര്, ഉപരിലോകങ്ങളിലെ ദേവീദേവന്മാര് ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ ഈസി പ്രോസസ്സിലൂടെ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ് ഹോളിനെസ് ഭാനു സ്വാമി മഹാരാജ്, അദ്ദേഹം സന്യാസിയാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരാറുണ്ട്. ഇദ്ദേഹം അറിവിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണോ അതാണ് ട്രഷർ ഓഫ് നോളജ് എന്ന് പറയും. മഹാരാജ് ഒരുപാട് പുസ്തകങ്ങൾ, ആചാര്യന്മാരുടെ ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തമ ഭക്തിയെ കുറിച്ചിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരാം. അപ്പൊ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു, മഹാരാജ്, നമ്മൾ എപ്പോഴാണ് ഭഗവത് ധാമത്തിലേക്ക് ചെന്ന് ചേരുന്നത്? ഒരു ജീവാത്മാവ് എപ്പോൾ ഭഗവത് ധാമത്തിൽ ചെന്ന് ചേരും?
ഈ ജന്മത്തിൽ തന്നെ ചെന്നു ചേരും. അപ്പോ മഹാരാജ് പറഞ്ഞു അത് വളരെ റയറാണ്. ഈ ജന്മത്തിൽ തന്നെ ചെന്ന് ചേരുക എന്നത് വളരെ റയറാണ്. മിനിമം, ഞാൻ പേടിപ്പിക്കല്ലാട്ടോ, മിനിമം നമുക്ക് ഒരു 100 ജന്മങ്ങളെങ്കിലും വേണ്ടി വരും ഭഗവത് ധാമത്തിലെത്താൻ വേണ്ടി. നമ്മൾ ഓൾറെഡി 84 ലക്ഷം ജീവജാലങ്ങളുടെ യോനിയിലൂടെ കടന്നുവരാണ്. അപ്പോ ഒരു 100 ജന്മം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ പോകാൻ കഴിയുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. അത് വളരെ ചുരുക്കം മാത്രം. നമ്മൾ സാധന പെർഫെക്റ്റ് ചെയ്തുകൊണ്ട് സാധനാസിദ്ധന്മാരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ പോകാം. അതിന് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല, കുറച്ച് കഠിനമുണ്ട്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ മൂലം, മറ്റു ആചാര്യന്മാരുടെ കൃപ മൂലം, ശാസ്ത്രങ്ങളില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം ഖലോ നാസ്തേവ 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 ഗതിവന്യ. ഈ കലിയുഗത്തില് ഭഗവാന്റെ തിരുനാമമല്ലാതെ മറ്റൊന്നും നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നില്ല. അപ്പോ നാമം വളരെ ശ്രേഷ്ഠമാണ്. ഈ നാമത്തില് ഭഗവാൻ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രൂപം, ഗുണം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ നാമത്തിലുണ്ട്. നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിരിക്കാൻ ശ്രമിക്കും. നമുക്ക് പലപ്പോഴും ചില ചിന്തകൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇതെങ്ങനെയാണ് ഭഗവാൻ? ഒരു ചെറിയ കുട്ടി അല്ലെ, ബ്രഹ്മാവിന് എന്താണ് തോന്നിയത്? ബ്രഹ്മവിമോഹന ലീല നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ബ്രഹ്മവിമോഹന ലീലയില് എന്താണ് ബ്രഹ്മാവിന് സംഭവിച്ചത്? ബ്രഹ്മാവ് വിചാരിച്ചു, ഒരു ചെറിയ കുട്ടി ഗോകുലത്തില് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഇവനെങ്ങനെ ദൈവമാവും? എങ്ങനെ ദൈവമാവുക എന്നുള്ളൊരു ചിന്ത ഇവൻ ബ്രഹ്മാവനുണ്ടായി. അങ്ങനെ ബ്രഹ്മാവനുണ്ടായപ്പോഴാണ് ബ്രഹ്മവിമോഹന ലീല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ബ്രഹ്മാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹത്തിനെ സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മസ്തുതി എന്ന് പറയും. നമ്മള് ചതുർശ്ലോകീയ ഭഗവത്ഗീതയാണ് പറയുന്നതെങ്കിൽ കൂടി ഈ ബ്രഹ്മസ്തുതി, കുന്തി മഹാറാണിയുടെ സ്തുതി, ഭീഷ്മദേവന്റെ സ്തുതി, സുഖദേവ് ഗോസ്വാമിയുടെ സ്തുതി, ഈ സ്തുതികള് നമുക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അതായത് കുന്തി മഹാറാണിയുടെ പ്രയേഴ്സ്, കാരണം നമ്മളൊന്നും പ്രയേഴ്സ് കമ്പോസ് ചെയ്യാൻ ഉള്ള കഴിവുള്ളവരൊന്നല്ല. ആരും കൈത ബ്രഹ്മോ അല്ലെങ്കിൽ അതേമാതിരി കുറച്ച് കഴിവുള്ളവരൊന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല, അവരെയൊക്കെ നല്ല കഴിവ് നമുക്കുണ്ട്. എന്താണ്? പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ കഴിവ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പക്ഷെ കമ്പോസ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിഫറെന്റ് ആണ്. അവർക്ക് പാട്ട് പെട്ടെന്ന് കമ്പോസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മുമ്പ് ഉത്തമ ഭക്തന്മാര് തന്നിരിക്കുന്ന ശ്ലോകങ്ങള്, ഭഗവാനെ പ്രകീർത്തിക്കുന്ന ശ്ലോകങ്ങള്, ഭഗവാനോട് അവര് അല്ലെങ്കിൽ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവർ ചൊല്ലിയിരിക്കുന്ന പ്രയർസ്, ഇങ്ങനെയുള്ളത് നമ്മളും എന്ത് ചെയ്യണം? പഠിച്ച് അത് ചൊല്ലിയാൽ മതി. കമ്പോസ് ചെയ്യേണ്ട ആ സമയമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ഇതിലുണ്ട് റെഡിമെയ്ഡ് ആയിട്ട് പ്രയർസ്. ഈ പ്രയർസ് നമ്മള് ശ്രീമദ് ഭാഗവതം വായിക്കുന്നവരും ഭഗവത്ഗീത വായിക്കുന്നവരെല്ലാം ഈ പ്രയർസ് തീർച്ചയായിട്ടും പഠിച്ചു വെച്ചിരിക്കും. കുന്തി മഹാറാണിയുടെ പ്രയർസ്, ഈ കുന്തി മഹാറാണിയുടെ പ്രയർസ്, കുന്തി മഹാറാണി ഭഗവാന്റെ അമ്മായിയാണ്, അച്ഛന്റെ സഹോദരിയാണ്. പക്ഷെ അച്ഛന്റെ സഹോദരിയായിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എത്ര വലിയ കുട്ടിയാണെങ്കിലും
നമ്മുടെ വീട്ടിലെ കുട്ടിയാവുമ്പോൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയോട് വളരെ കാഷ്വൽ ആയിട്ട് ഡീൽ ചെയ്യാറുണ്ട്, നമ്മുടെ കുട്ടിയല്ലേ എന്നുള്ളത്. പക്ഷെ ഇവിടെ കുന്തി മഹാറാണി ശ്രീമദ് ഭാഗവതത്തില് നമ്മൾ കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രേയേഴ്സിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കുന്തി മഹാറാണി പറയുന്നുണ്ട്, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവതാ. ഈശ്വരൻ ആരാണ്? ഇത് ബ്രഹ്മാവ് പറയുന്നുണ്ട്, ബ്രഹ്മാവ് പറയുന്നതാണ്. പക്ഷെ ഇവിടെ കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സിൽ എന്താണ് പറയണത്? കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദ ഗോപകുമാര ശ്രീ ഗോവിന്ദായ നമോ. അതായത് നീ എൻ്റെ നെഫ്യൂ, നീ എൻ്റെ മരുമകന് ആണ് എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് കൃഷ്ണായ വാസുദേവായ. കൃഷ്ണൻ വസുദേവരുടെ പുത്രനാണ്. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദ ഗോപകുമാരായ ശ്രീ ഗോവിന്ദായ നമോ. അതായത് ഭഗവാന്റെ സുപ്രീമസി മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കുന്തി മഹാറാണി. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്ലോകങ്ങളെല്ലാം ഭഗവാൻ അത്രയും രസിക്കുന്ന ശ്ലോകങ്ങളാണ്. അത് ഏത് ശ്ലോകങ്ങളും, ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഏത് ശ്ലോകങ്ങളും, ഇവൻ നമുക്ക് കുലശേഖര ആൾവാറുടെ മുകുന്ദമാലയിലേക്ക് പോകാം. മുകുന്ദമാലയിലുള്ള ശ്ലോകങ്ങൾ ഭഗവാനെ പ്രകീർത്തിക്കുന്നതാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അതാണ് പ്രാർത്ഥനകൾ. അപ്പൊ ഈ പ്രാർത്ഥനകൾ നമ്മളിപ്പോ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനകളും അതേമാതിരി ഭീഷ്മദേവന്റെ പ്രാർത്ഥനകളും സുഖദേവ് ഗോസ്വാമിയുടെ പ്രാർത്ഥന, ബ്രഹ്മാവിന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം അതേമാതിരി തന്നെ നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് 6ാമത്തെ സ്കന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും വൃത്രാസുരൻ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. വൃത്രാസുരൻ ഒരു അസുരനാണ്. ഈ വൃത്രാസുരൻ, അതായത് അദ്ദേഹത്തിന്റെ പ്രീവിയസ് ജന്മത്തിലെ ചിത്രകേതു ആയിരുന്നു. ഈ ചിത്രകേതു അദ്ദേഹം ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം കിട്ടിയൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം മഹാവൈഷ്ണവനായ മഹാദേവനെ, ആക്ച്വലി മഹാദേവനെ നിന്ദിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. മഹാദേവന്റെ ആ ഒരു പാർവതിയെ തന്റെ തുടയിലിരുത്തിയിട്ട് മറ്റ് സന്യാസിമാർക്ക് അല്ലെങ്കിൽ മറ്റു ഭക്തന്മാരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോഴ് പെട്ടെന്ന് ചിത്രകേതു ഒന്ന് ചിരിച്ചുപോയി. അത് പാർവതി ദേവിക്ക് ഇഷ്ടായില്ല. പാർവതി ദേവി ചിത്രകേതുവിനെ ശപിച്ചു. അങ്ങനെയാണ് ചിത്രകേതു അസുരനായിട്ട് തിരിച്ചു പിറക്കുന്നത്. പക്ഷേ വൃത്രാസുരൻ അതായത് ഇന്ദ്രൻ ചിത്രകേതുവിനെ കൊല്ലാൻ വരുന്ന സമയത്ത് ചിത്രകേതു വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ദ്രനോട് പറയുന്നുണ്ട്, എന്താണ് ഇന്ദ്ര എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതെന്താ നിനക്ക് അറിയുന്നത്? ഇതൊന്നും ശാശ്വതമല്ല. അങ്ങനെ കുറെ ഉപദേശങ്ങള് വൃത്രാസുരൻ ഇന്ദ്രന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ സുപ്രീമസി നമ്മൾ ഭഗവാന്റെ സുപ്രീമസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ശാസ്ത്രങ്ങളുടെ സഹായം അനിവാര്യമാണ്.
അപ്പൊ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാന്റെ സുപ്രീമസി പറഞ്ഞു തരുന്ന ശ്ലോകങ്ങളാണ് ഈ ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറഞ്ഞു തരും. ഇതിൽ ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഹം സർവസ്യ പ്രഭവോ, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, എല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈതി മത്വ, അതായത് ഈ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. 4 ശ്ലോകങ്ങളും കാണാതെ പഠിച്ചു വെച്ചോളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. എന്റെ ഗുരുനാഥൻ ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് എല്ലാ സമയത്തും നമ്മളോട് പറയുന്നതാണ് ചതുർശ്ലോകി ഭഗവത്ഗീത, ചതുർശ്ലോകി ഭാഗവതം. അപ്പൊ ഈ കലിയുഗമാണ്, അല്ല നമ്മളെല്ലാവരും വളരെ വലിയ ബിസിയാണ്. നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ 4 ശ്ലോകങ്ങൾ പഠിച്ചു വെക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താണ് പറയണത്? അഹം, അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ഐ. സർവസ്യ, സർവസ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിൻ്റെയും. പ്രഭവഃ, ഉറവിടം. മത്ത, എന്നിൽ നിന്ന്. സർവം, എല്ലാം. പ്രവർത്തതേ, ഉത്ഭവിക്കുന്നു. ഇതി, ഇങ്ങനെ. ഇതിനെ. മത്വ, അറിഞ്ഞുകൊണ്ട്. ഭജന്തേ, ആരാണോ ഭക്തനായിത്തീരുന്നത്. മാം, എന്റെ. ബുധാഹ, അവൻ അറിവുള്ളവൻ എന്ന് പറയും. ഭാവ സമന്വിതാഹ, വളരെ ശ്രദ്ധയോടുകൂടിയിട്ട്. ഒരു ശ്ലോകം നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ശ്രീമദ് ഭാഗവതമാകട്ടെ ഭഗവത്ഗീതയാണ്, ആ വേർഡ് ടു വേർഡ് മീനിങ്, ഓരോരോ പദത്തിന്റെയും അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ശ്ലോകം നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ശ്ലോകം എന്ത് ചെയ്യാൻ സാധിക്കും? ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാരും അതേമാതിരി നമ്മുടെ ഇസ്കോണിലെ മറ്റ് ഭക്തന്മാരെല്ലാം, സീനിയർ ഭക്തന്മാരെല്ലാം പറഞ്ഞു തരുന്നത് വേർഡ് ടു വേർഡ് മീനിങ് വളരെ അത്യാവശ്യമാണ്. അപ്പോ ഇവിടെ നമ്മൾ ഈ വേർഡ് ടു വേർഡ് മീനിങ് നോക്കുമ്പോൾ അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ഭൂതഭാവ സമന്വിത. അഹം, ഞാൻ. സർവസ്യ, എല്ലാത്തിൻ്റെയും. അഹം സർവസ്യ പ്രഭവോ, പ്രഭവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറവിടം. ഞാൻ എല്ലാത്തിൻ്റെയും ഉറവിടം. ആദ്യത്തെ ലൈന്. രണ്ടാമത്തെ ലൈന് എന്താണ്? മത്ത സർവം പ്രവർത്തതേ. മത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ നിന്ന്. സർവം, മത്ത സർവം, സർവം എല്ലാം. പ്രവർത്തതേ, ഉത്ഭവിക്കും. ഇപ്പൊ രണ്ടാമത്തെ ലൈനായി. ഒന്നാമത്തെ ലൈനിൽ നമ്മൾ കണ്ടു ഞാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, എന്നിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കും. രണ്ടാമത്തെ ലൈൻ. മൂന്നാമത്തെ ലൈൻ ഇതി മത്വ ഭജന്തേ മാം. ഇതി, ഇത്. അറിയുന്നവൻ. ഇതി മത്വ, ഇതറിയുന്നവൻ എന്നെ. ഇതി മത്വ ഭജന്തേ മാം, ഇതറിയുന്നവൻ എന്നെ ഭജിക്കും. ഇതി മത്വ ഭജന്തേ മാം ഭൂതഭാവ സമന്വിത. അവൻ എന്ത് ചെയ്യുന്നു? വളരെ ശ്രദ്ധയോടു കൂടിയിട്ട്, ഇത് മനസ്സിലാക്കിയിട്ടുള്ളവൻ വളരെ ശ്രദ്ധയോടുകൂടി എന്നെ ഭജിക്കുന്നു. ഈ 4 ലൈനിന്റെയും അർത്ഥം നമുക്ക് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ശ്ലോകങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോരോ പദത്തിനെയും നമ്മൾ മനസ്സിലാക്കി, ആ ഓരോരോ അക്ഷരങ്ങളും മനസ്സിലാക്കി പഠിക്കുന്നതിന്റെ ഫലമായിട്ട്
വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ശ്ലോകം മനസ്സിലാക്കാൻ സാധിക്കും, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ മെമ്മറിയിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ശ്ലോകങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതിൽ എന്താണ് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. നാരായണ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേവകിയുടെ പുത്രൻ കൃഷ്ണൻ അവനാണ് പരമദിവ്യോത്തമ പുരുഷന്. അപ്പൊ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഒന്നുകൂടി ഇവിടെ എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ട് നമുക്ക് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം 9ാമത്തെ ശ്ലോകം നോക്കി. ഈ ശ്ലോകം എന്താണ് പറയുന്നത്? മച്ചിത മദ്ഗത പ്രാണ. മച്ചിത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും എന്നിൽ അർപ്പിക്കൂ. മച്ചിത മദ്ഗത പ്രാണ. മദ്ഗത പ്രാണ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ തന്റെ ജീവിതം എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഭഗവാൻ പറയുന്നതാണ് മച്ചിത. ആരാണോ തന്റെ മനസ്സ് പൂർണ്ണമായും എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളിൽ മുഴുകുന്നത്, മനസ്സുകൊണ്ട് ആരാണോ എന്റെ കാര്യങ്ങളിൽ മുഴുകുന്നത്, മച്ചിത മദ്ഗത പ്രാണ, അവരുടെ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുന്നത്. ബോധയന്തഃ പരസ്പരം. ബോധയന്തഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീച്ച് ചെയ്യുക, പരസ്പരം തമ്മിൽ തമ്മിൽ. കഥയന്തശ്ച സംസാരിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചുകൊണ്ട്. മാം എന്റെ അല്ലെങ്കിൽ എന്നെ കുറിച്ച് നിത്യം എപ്പോഴും തുഷ്യന്തി സന്തോഷവാന്മാരായി, രമന്തി അവര് അതീന്ദ്രിയ സന്തോഷം ലഭിക്കും. അതായത് മച്ചിത മദ്ഗത പ്രാണ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ആരാണോ എന്റെ ചിന്തയിലിരിക്കുന്നത്, ആരാണോ അവരുടെ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുന്നത്, എന്റെ സേവനത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുന്നത്, അവർക്ക് വളരെയധികം സംതൃപ്തി ലഭിക്കും. അത് മാത്രമല്ല അവർക്ക് സദാസമയം ആനന്ദം കിട്ടും. എങ്ങനെയാണ് ആനന്ദം കിട്ടുന്നത്? എന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഭഗവാനെ കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ആനന്ദം ഉണ്ടാവും. ഇപ്പോ ഈ ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ടും ഭഗവാന്റെ പ്രവൃത്തിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ആനന്ദം, കേൾക്കുന്നവനൊരു ആനന്ദം ഉണ്ടാകും, നമുക്കും ഒരു ആനന്ദം. അപ്പോ ആരാണോ പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ ചിന്തയില് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്നവർക്ക് ആനന്ദം ലഭിക്കുന്നു, അവർ സന്തോഷവാന്മാരായി. ഇതാണ് 2ാമത്തെ ശ്ലോകത്തിന്റെ മച്ചിത മദ്ഗത പ്രാണ. മച്ചിത അവരുടെ മനസ്സ് പൂർണ്ണമായും എന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നു. മച്ചിത മദ്ഗത പ്രാണ അവരുടെ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യും. ബോധയന്തഃ പരസ്പരം അവരുടെ ഇടയിൽ തന്നെ ഭഗവാനെ കുറിച്ച്, അതായത് ഒരു ഗ്രൂപ്പായിരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. കഥയന്തശ്ച എന്റെ കഥകൾ പറയുന്നു. കഥയന്തശ്ച മാം നിത്യം എപ്പോഴും എന്റെ കഥകള്, എന്നും എന്റെ കഥകള് പറയുന്നു. തുഷ്യന്തീച്ച അങ്ങനെ പറയുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് തുഷ്യന്തീച്ച രമന്തിച്ച
അവർക്ക് എന്ത് കിട്ടുന്നു? അറിവ് ലഭിക്കുന്നു, അതേമാതിരി ആനന്ദം ലഭിക്കും. ഇതിനെ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളതുകൊണ്ടാണ് സത്സംഗം എടുക്കണമെന്ന് പറയും. സത്സംഗം എടുക്കുമ്പോൾ ഭക്തന്മാരെല്ലാവരും സന്തോഷവാന്മാരായിരിക്കും. അവര് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കിയിട്ട് ആനന്ദത്തിൽ ആറാടുന്നു. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാര് അവർക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ഭഗവാനെ കുറിച്ച് പറയുന്ന മാത്രയില് നമുക്കെല്ലാവർക്കും അറിയാം രൂപഗോസ്വാമിയുടെ കഥ. രൂപഗോസ്വാമി ഒരു ദിവസം തന്റെ ഭജന കുടിലില് ഭജന ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രാധാകൃഷ്ണന്റെ ഒരു ലീല മെഡിറ്റേറ്റ് ചെയ്യുകയായിരുന്നു. എന്താണ് ആ ലീല? അതായത് ഭഗവാൻ ശ്യാമസുന്ദർ ഒരു മരത്തിന്റെ ഒരു ചില്ലയിലിരിക്കുന്നു, ഒരു കൊമ്പിലിരിക്കുന്നു. രാധാറാണി പറയുന്നുണ്ട്, കണ്ണ ഇതൊന്ന് താത്തി തന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൂവ് എടുക്കാമായിരുന്നു. ഭഗവാൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ചില്ല, ആ കൊമ്പ് പതുക്കെ താഴ്ത്തി കൊടുത്തു. അങ്ങനെ താഴ്ത്തി കൊടുത്ത് രാധാറാണി പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് ആ പൂവിന്റെ അടുത്തേക്ക് വരുമ്പോ പതുക്കെ ആ ചില്ലയിൽ നിന്നും കാലെടുക്കും. അപ്പൊ ഈ ഭക്തന്മാര് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആനന്ദം ഉണ്ടാവും. ഇവിടെ രൂപഗോസ്വാമി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അതായത് ഭഗവാന്റെ ലീലകൾ മെഡിറ്റേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഉത്തമ ഭക്തന്മാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കഥയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഭക്തനെ നമുക്ക് തീർച്ചയായിട്ടും രൂപഗോസ്വാമിക്ക് അറിയായിരുന്നില്ല. അദ്ദേഹം ചിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു മുടന്തനായ ഭക്തൻ പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം കണ്ണടച്ചിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആരാണ് മുന്നിലൂടെ പോകുന്നത് ഇതിന് കാണാൻ സാധിച്ചില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ആ പാസ്റ്റ് ടൈംസ് രാധാകൃഷ്ണ ലീല കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അദ്ദേഹം ട്രൈ ചെയ്യുന്നു കാണാൻ. അപ്പൊ അദ്ദേഹം തന്റെ സഹോദരനായിട്ടുള്ള സനാതന ഗോസ്വാമിയുടെ അടുത്ത് പോയിട്ട്, ഇതെന്തേ ഇങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാണാൻ പറ്റുന്നില്ല, അതെന്താണ് കാരണം എന്ന് ചോദിച്ചു. സനാതന ഗോസ്വാമി പറഞ്ഞു, അത് വേറൊന്നുമില്ല, നിന്നിൽ നിന്നും വൈഷ്ണവ അപരാധം സംഭവിച്ചു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ഈ വൃന്ദാവനത്തിലെ മുഴുവൻ ഭക്തന്മാർക്കും ഒരു ഫീസ്റ്റ് കൊടുക്ക്, ഒരു സദ്യ കൊടുക്ക് എന്ന് പറയും. നീ വിളിച്ച ആളുകളിൽ എല്ലാവരും നീ വിളിക്കണം. പക്ഷെ അതിൽ ആരാണോ വരാതെ ഇരുന്നത്, അല്ലെങ്കിൽ ആരാണോ സദ്യയിലേക്ക് ആ സദ്യയിൽ പങ്കെടുക്കാതിരിക്കുന്നത്, ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നീ സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് ചോദിക്കണം. ഭക്തജനങ്ങളെ, നമുക്കെല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ സോറി എന്ന് പറയുന്നത്. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോറി എന്ന് പറഞ്ഞ ആ വാക്ക് പറയുന്നത് കൊണ്ട് നമ്മൾ ചെറുതായി പോകുന്നില്ല. നമ്മള്
ഹയർ ലെവലിലേക്ക്, അതായത് നമ്മുടെ യശസ് വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. അതൊരിക്കലും ഇല്ലാതെയാവും. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും സോറി എന്ന് പറഞ്ഞ്. ഞാൻ സോറി പറയണം എന്തിനാണ്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്നല്ല, സോറി എന്ന് പറഞ്ഞൊരു വാക്ക് പറയുന്നത് കൊണ്ട് നമ്മുടെ യശസ് വർദ്ധിക്കും. അപ്പൊ ഇവിടെ സനാതന ഗോസ്വാമിയുടെ ആ നിർദ്ദേശം അനുസരിച്ച് രൂപഗോസ്വാമി വൃന്ദാവനത്തിലെ മുഴുവൻ ഭക്തന്മാരെയും വിളിക്കുന്നു. പക്ഷെ അതില് മുടന്തുള്ള ഒരു ഭക്തൻ മാത്രം പങ്കെടുക്കുന്നു. രൂപഗോസ്വാമി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയും. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. അപ്പൊ ഭക്തൻ പറയുകയാണ്, ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു, അങ്ങ് ഇങ്ങനെ ഉച്ചത്തിൽ ചിരിച്ചു, അതെന്നെ വളരെയധികം വേദനിച്ചു. അപ്പൊ അത് ആ ഭക്തനെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങനെ വേദനിപ്പിച്ചപ്പോൾ, അതായത് അത് വൈഷ്ണവ അപരാധമായി. തീർച്ചയായിട്ടും രൂപഗോസ്വാമി അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. അദ്ദേഹം ഒരിക്കലും അപരാധം ചെയ്യുന്നില്ല. അദ്ദേഹം അപരാധത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അപരാധത്തെ കുറിച്ചിട്ട് വളരെയധികം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തന്റെ ഭക്തിയുടെ സാമർത്ഥ്യ സിന്ധുവിന്റെ ഭക്തിയെക്കുറിച്ചും ഭക്തി എങ്ങനെ ഇല്ലാതെയാകുന്നു എന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വ്യക്തിയാണ് ശ്രീല രൂപഗോസ്വാമി. പക്ഷെ ഇവിടെ അദ്ദേഹം അറിയാതെ തന്നെ അപരാധം സംഭവിച്ചു. അപ്പോ നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കും. ശ്രീല രൂപഗോസ്വാമിക്ക് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. വൈഷ്ണവാപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭക്തിയെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ്. നമ്മളിപ്പോ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഭക്തിയെല്ലാം സീറോ ആയിപ്പോകും വൈഷ്ണവാപരാധം ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൈഷ്ണവ അപരാധങ്ങളില്ലാതെ ഭഗവത് ഭക്തി ചെയ്യും. അങ്ങനെയാണ്, അങ്ങനെ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കൂ. തുഷ്യന്തി ച രമിച്ച. ഇങ്ങനെ ലഭിക്കണമെങ്കിൽ, ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മള് അനർത്ഥങ്ങളൊന്നും ചെയ്യാതെ, ഒരു വൈഷ്ണവ അപരാധങ്ങളും ചെയ്യാതെ ഭഗവത് ഭക്തി ചെയ്യുന്നതിന് ഫലമായിട്ട് നമുക്ക് സന്തോഷം ഭഗവാന്റെ. അതാണ് ശ്രീല ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ശിക്ഷാഷ്ടകത്തില് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഏതാണ് അവസാനത്തെ ശ്ലോകം? ആശ്ലിഷ്യ വാ പാദരഥം പിനഷ്ടുമാം മദർശനം മർമ്മഹതം കരോതു വാ യഥാ തഥാ വാ വിതതാതുലം പട്ടോ മത്പ്രാണനാദസ്തയേവ. ആശ്ലിഷ്യ വാ പാദരഥം പിനഷ്ടുമാം. അങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് എന്റെ ഹൃദയം ഉടച്ചാലും, അല്ലെങ്കിൽ അങ്ങനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരുന്നാൽ, ഭഗവാനെ അങ്ങാണ് എൻ്റെ നാഥൻ. ഈ ഒരു ചിന്ത നമുക്കുണ്ടാവാം. ഇനി 10ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തേഷാം
സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗന്തം യേന മാം ഉപയാന്തി തേ. തേഷാം അങ്ങനെയുള്ളവർക്ക്, സതതയുക്താനാം എങ്ങനെയുള്ളവരാണ്? സതതയുക്താനാം എല്ലാ സമയത്തും എന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്. ഭജതാം എങ്ങനെയാണ് എന്റെ സേവനത്തില്? എന്നെ ഭജിച്ചുകൊണ്ട്, എനിക്ക് എന്റെ ഭക്തിയുക്ത സേവനം ചെയ്തുകൊണ്ട്. തേഷാം സതതയുക്താന. എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത്? ഭജതാം പ്രീതിപൂർവകം. ഭഗവാനെ ഭജിക്കുന്നത് സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കണം. ഭജതാം പ്രീതിപൂർവകം. അങ്ങനെ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ദദാമി, ഞാൻ നൽകുന്നു, ഞാൻ അവർക്ക് കൊടുക്കുന്നു. ദദാമി, ഐ ഗീവ്, ഞാൻ അവർക്ക് കൊടുക്കുന്നു. എന്താണ് കൊടുക്കുന്നത്? ബുദ്ധിയോഗന്തം, ഞാൻ അവർക്ക് ഇന്റലിജൻസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഞാൻ എന്താണ് ചെയ്യുന്നത്? അവരുടെ ബുദ്ധിയെ, അവർക്ക് ബുദ്ധി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരിരിക്കുന്ന ബുദ്ധിയെ ശ്രേഷ്ഠമാക്കി കൊടുക്കും. ദദാമി ബുദ്ധിയോഗന്തം യേന മാം ഉപയാന്തി തേ. യേന അത് വെച്ചുകൊണ്ട്, യേന മാം അത് വെച്ചുകൊണ്ടവർ എന്ത് ചെയ്യുന്നു? ഉപയാന്തിതേ. ഉപയാന്തിതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നു. അപ്പോ ആരാണോ എല്ലായ്പ്പോഴും എന്നെ പ്രീതിപൂർവം ഭജിക്കുന്നത്, അവർക്ക് ഞാനൊരു ബുദ്ധി കൊടുക്കുന്നു. ആ ബുദ്ധിയിലൂടെ അവർക്ക് എന്നിൽ വന്നു ചേരാൻ സാധിക്കും. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം യേന മാം ഉപയാന്തി തേ. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ മനസ്സിലാക്കി, അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കും. ആ ആനന്ദമാണ് ഭഗവാനും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാവും. ഇനി നാലാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാന ജം തമഃ നാശയാമ്യാത്മഭാവം ജ്ഞാനതീതേന ഭാസ്വത. തേഷാം അങ്ങനെയുള്ളവർക്ക്, അവർക്ക് വേണ്ടി അനുകമ്പാർത്ഥം അവരോട് സ്പെഷ്യലായിട്ടുള്ള ദയ കാണിക്കാൻ വേണ്ടിയിട്ട്. തേഷാം ഏവാനുകമ്പാർത്ഥം. അനുകമ്പാർത്ഥം എന്ന് പറയാം. അതാണ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അനുകമ്പാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ദയ, മെർസി കൊടുക്കാൻ വേണ്ടിയിട്ട്. തേഷാം ഏവാനുകമ്പാർത്ഥം അവർക്ക് സ്പെഷ്യലായിട്ടുള്ള കൃപ കൊടുക്കാൻ വേണ്ടിയിട്ട്. അഹം അജ്ഞാന ജം തമഃ. ഞാൻ എന്ത് ചെയ്യുന്നു? അഹം ഞാൻ, അജ്ഞാനം അവരുടെ അറിവില്ലായ്മ, ജം തമഃ അതായത് അവരുടെ അറിവില്ലായ്മയെ മാറ്റും. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാന ജം തമഃ. ഞാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ അറിവില്ലായ്മയെ മാറ്റി. എന്തുകൊണ്ടാണ് അറിവില്ലായ്മ മാറ്റുന്നത്? അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കൃപ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സ്പെഷ്യൽ കൃപ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ നിന്നുള്ള അജ്ഞാനത്തെ മാറ്റി നാശയാമി ആത്മഭാവം.
അവരുടെ ഹൃദയത്തില് ആ തമസ്, അതായത് അവരുടെ മനസ്സിലുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഇരുട്ടിനെ അകറ്റി. എങ്ങനെയാണ് അകറ്റുന്നത് ഭഗവാൻ? ജ്ഞാനദീപേന, അറിവിന്റെ വെളിച്ചം കൊണ്ട്. അതായത് നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാന്റെ സ്പെഷ്യൽ കൃപ മൂലം നമ്മുടെ മനസ്സിലുള്ള സകല അഴുക്കുകളും ഇല്ലാതെയാകും. നമ്മുടെ ഹൃദയത്തിലുള്ള സകല കഷ്മലങ്ങളും നീങ്ങി നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. എന്താണ്? ജ്ഞാനദീപേന ഭാസ്വത. ജ്ഞാനമാകുന്ന ആ തീയില് നമ്മുടെ ഹൃദയത്തില് ആ ജ്ഞാനമാകുന്ന വിളക്ക് കൊണ്ട് ജ്വലിച്ചു നിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഭഗവാനെ ആ വിളക്കിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഇതാണ് ഈ 4 ശ്ലോകങ്ങളുടെയും അന്തസത്ത. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മതി നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ലൈഫ് പൂർണ്ണത്വത്തിലെത്താൻ വേണ്ടിയിട്ട് ഈ 4 ശ്ലോകങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഹരേ കൃഷ്ണ. പാദ നമസ്കാരം പ്രഭുജി. പ്രഭുജി, ആദ്യത്തെ ആ ശ്ലോകത്തിന്റെ സദ് അസത്പരം എന്നാണോ വായിക്കേണ്ടത്? സദ് അസത്പരം. അഹം ഏവാസം ഏവാഗ്രെ നാന്യത് യത് സദ് അസത്പരം, അങ്ങനെയാണ്. യത് സദ് അസത്. അതായത് അത് ഭാഗവതത്തിലെ ശ്ലോകമാണ്. അഹം ഏവാശമേവാഗ്രേ നാന്യത് യത് സദ് അസത്പരം. യത് സദ് അസത്പരം. സത്ത് അസത്പരം എന്ന് വായിക്കണം. ഹരേ കൃഷ്ണ, മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, നമസ്കാരം. ഹരേ കൃഷ്ണ പ്രഭു അതിനിടയ്ക്ക് പറഞ്ഞു ദേവന്മാര് ഭൂമിയിൽ വരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു പറഞ്ഞു. അതെന്റെ കാര്യം എന്താ? അതായത് ദേവന്മാർക്ക് ഈ ഹരിനാമം ജപിച്ചുകൊണ്ട് ഈ ദേവന്മാരുടെ ജീവിതം വളരെ ദൈർഘ്യമുള്ളതാണ്. അവർ ഒരുപാട്, അതായത് അവരുടെ പുണ്യം ചെയ്തു. ഈ ദേവന്മാരുടെ പോസ്റ്റുകളെല്ലാം ആരാണോ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് അവർക്ക് അലോട്ട് ചെയ്യപ്പെടും. അപ്പൊ അവർ ഒരുപാട് കാലം ജീവിക്കുന്നു അവിടെ. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് അത് ആവശ്യമില്ല. അവര് ഈ ഭക്തന്മാരുടെ, ഭൗതിക ലോകത്തിലെ ഭക്തന്മാരുടെ ജീവിത രീതികൾ കണ്ടിട്ട് അസൂയാലുക്കളായിട്ട് അവർ ആഗ്രഹിക്കുന്നതാണ്. കാരണം അവർക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും അവരുടെ പുണ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. പക്ഷേ ഭക്തന്മാർക്ക് അങ്ങനെയല്ല. ഇവിടെ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ ഉത്തമ ഭക്തന്മാരാണെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം കിട്ടും. അതുകൊണ്ടാണ് അവരിവിടെ വരാൻ. പ്രഭു ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞ് മനസ്സിലായി. അല്ല, നമുക്കിപ്പോ ഉപരിലോകത്ത് പോയി പുണ്യകർമ്മം ചെയ്ത് പോയാലും അവിടുന്ന് നമുക്ക് ഭഗവത് സേവനം അല്ലെങ്കിൽ നാമജപം ചേർന്ന് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലേ? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ സുഖ സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മള് ആ സുഖ സൗകര്യങ്ങളിൽ മുഴുകാൻ ഒരു പക്ഷെ ശ്രമിച്ചേക്കും. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, മനസ്സിലായി. ഹരേ കൃഷ്ണ. പ്രഭു, ഒരു സംശയം ചോദിച്ചോട്ടെ? പറയണം മാതാജി. പ്രഭു, നമ്മൾ ഈ ജപമാല ജപിക്കുമ്പം ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും അങ്ങനെയല്ലേ ജപിക്കുന്നേ? അതെ.
അതെന്തുകൊണ്ടാണ് പ്രഭു? ഇപ്പൊ നമ്മള് ഒറ്റ റൗണ്ട് അങ്ങനെ കറങ്ങി പോകും, പിന്നെ തിരിച്ച് മാല ജപിക്കുന്ന എന്തിനാണ് പ്രഭു? അതായത് സാധാരണ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ജപമാല എടുക്കുമ്പോൾ 108 മണികളുണ്ട് അതില്. ഇത് 108 ഗോപികമാരും ആ മെയിൻ ഇത് ഭഗവാനുമാണെന്ന് നമ്മൾ സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ മറികടക്കാതെ നമ്മൾ ചാൻഡ് ചെയ്ത് ലാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. അതാണ് അതിന്റെ കാര്യം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഈ ദേവി ദേവന്മാരെന്ന് പറയുമ്പോ അതില് നമ്മൾ സാധാരണ ഗണപതി, മുരുകൻ എല്ലാവരും അതിൽ വരുന്നതാണ്. ഇത് ഈ മുരുകൻ, ഗണപതി, അതേമാതിരി ദേവി, ഇതെല്ലാം ഒരു പോസ്റ്റുകളാണ്. ഈ പോസ്റ്റുകളിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള യോഗ്യതയുള്ള വ്യക്തികൾ ആ പോസ്റ്റിൽ ചെന്ന് ഇരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹെഡ് മിസ്ട്രസ് ഉണ്ട്, ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ട്, ടീച്ചർമാരുണ്ട്. അപ്പൊ അതൊക്കെ അതായത് ഈ യോഗ്യതയുള്ളവർക്ക് അവിടെ ഇരിക്കാം. ടീച്ചർ ആവാൻ സാധിക്കും, ഹെഡ് മിസ്ട്രസ് ആവാൻ സാധിക്കും. അതേമാതിരി ഈ ദേവി ദേവന്മാരാവാൻ അതൊരു പോസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അതിന് യോഗ്യത ഉണ്ട്. അതായത് നമ്മളും അങ്ങനെയൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റ് ലഭിച്ചേക്കാം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ചിലവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പോസ്റ്റ് ഒന്നും വേണ്ട. ആ സമയത്ത് അതായത് ഭക്തന്മാർ കൂടിയിട്ട് ആ പോസ്റ്റ് സ്വീകരിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അവിടെ ഭഗവാൻ വേണം. അല്ലെങ്കിൽ അതിന് എലിജിബിലിറ്റി ഉള്ള ആളുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ ആ പോസ്റ്റ് എടുത്ത് ചെയ്യും. അപ്പൊ എലിജിബിലിറ്റിയാണ് ഇതെല്ലാം. അതൊരു പോസ്റ്റുകളാണ്. ആ പോസ്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും എലിജിബിലിറ്റി ഉണ്ടായി. അപ്പൊ ഇവരെല്ലാവരും ഇതെല്ലാം ദേവീ ദേവന്മാരെല്ലാവരും ഓരോ പോസ്റ്റാണ്. ആ പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്കും ഇവിടെ വന്ന് ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ഹരിനാമ സങ്കീർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആനന്ദം കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് ധാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കും അവർ കൂടെ. കാരണം വളരെ ലളിതമായിട്ടുള്ള പ്രോസസ് ആയത്.